വീട്ടിൽ പറയാൻ പറ്റിയ ഹിന്ദിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീടിന് മക്കാൻ, ഭവനത്തിന് ഘർ, മുറിക്കാണെങ്കിൽ കമര. ഇനിയും വീട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വസ്തുക്കൾ. ഇനിയും വീട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ: അച്ഛൻ, അമ്മ, ഭർത്താവ്, ഭാര്യ, മകൻ, മകൾ, മരുമകൻ, മരുമകൾ തുടങ്ങിയ. മകൻ, മക്കൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ, കൊച്ചുമകൻ, കൊച്ചുമകൾ, വലിയച്ഛൻ, വലിയമ്മ, ഇങ്ങനെ പല വാക്കുകളാണ്. അപ്പോൾ ഈ വാക്കുകൾക്കൊക്കെ തുല്യമായി ഹിന്ദിയിൽ ഉപയോഗിച്ചു വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് ആദ്യമായി നമുക്ക് കണ്ടു നോക്കാം. പിന്നീട് ഈ വാക്കുകൾ വാക്യങ്ങളിൽ എങ്ങനെ ഉപയോഗിച്ച് നമുക്ക് ആശയവിനിമയം നടത്താം, സംസാരിക്കാം എന്നതും കൂടെ കാണാം. പിതാ, മാതാ, അച്ഛൻ, അമ്മ. പതി, പത്നി, ഭർത്താവ്, ഭാര്യ. മക്കൾക്കായി ബच्चे ലോഗ് പറയാം. ബच्चा, ബേട്ട, മകൻ അല്ലെങ്കിൽ മോൻ. ബच्ची, ബേട്ടി, മകൾ അല്ലെങ്കിൽ മോള്. ഭവനത്തിന് ഘർ എന്ന വാക്ക് ഉചിതമാണെങ്കിലും പലരും പലപ്പോഴും മക്കാൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. കെട്ടിടത്തിനോ കുടിലിനോ ഒക്കെയായി ഘർ എന്നും പറയുന്നു. കൂടുതലായി കൊച്ചു വീടുകൾക്ക് കുടിലിനുമൊക്കെ ഉപയോഗിച്ചു വരുന്നത് ഝോപ്പടി എന്ന വാക്കാണ്. ഇനിയും ഈ കെട്ടിടത്തിനകത്ത്, ഈ വീട്ടിനുള്ളിൽ സ്ഥിരമായി നടക്കുന്ന ചില പ്രവൃത്തികളുണ്ട്, ചില സംസാര രീതികളുണ്ട്. അതൊക്കെ ഒന്ന് അല്പമായി നോക്കാം. ചില പുള്ളികളൊക്കെ ഉറങ്ങുന്നത് വളരെ താമസിച്ചാണ്. അപ്പോൾ അവരെ ഉണർത്തുവാനുള്ള ഉദ്യോഗം മറ്റാർക്കെങ്കിലുമാണ്. അപ്പോൾ അങ്ങനെ രാവിലെ ഉണർത്തുവാനായിട്ട് എങ്ങനെ പറയും? അപ്പോൾ പറയാം ഉഠോ അല്ലെങ്കിൽ ഉഠോ, സുബ ഹോഗയ, എഴുന്നേൽക്ക്, നേരം വെളുത്തു. വെളുത്തിട്ടും എഴുന്നേൽക്കാത്തവനോട് മറ്റുള്ളവർ ഉണർത്തുകയാണ്. എഴുന്നേൽക്ക്, ഉഠോ, നേരം വെളുത്തതുകൊണ്ട് എഴുന്നേൽക്കൂ. നേരം വെളുത്തു, എഴുന്നേൽക്ക്. സുബ ഹോഗയ അല്ലെങ്കിൽ ഉഠോ, സുബ ഹോഗയ, സുബ ഹോഗയ, ഉഠോ ബി എന്നും പറയും. ഈ ജോലി അത്ര രസമല്ലാത്തതുകൊണ്ട് ഈ ഉണർത്തുന്നവര് ഉപയോഗിക്കുന്ന ഒരു ശൈലിയുണ്ട്. രേ, അരേ ചേർത്ത് പറയും. ഉഡോയാ അല്ലെങ്കിൽ അരേ ഉഡോ. അത് അത്ര രസമുള്ള ഒരു രീതിയല്ല, ഒരു റഫായ രീതിയാണ്. ആദ്യമായി അരയാറ് പറഞ്ഞ് ഒരാളെ കൊണ്ട് മറ്റൊരാളൊരു ജോലി ചെയ്യിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് അരയാർ ചിലപ്പോൾ ഒരു പേരായിരിക്കും എന്നാണ്. അതുപോലെയുള്ള മറ്റൊരു രീതിയാണ് അബേ, അബേ ഉഡോ. ഇതൊക്കെ സാധാരണ മാന്യമായി സംസാരിക്കുന്നവർ ഉപയോഗിക്കുന്ന രീതിയല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉറങ്ങേണ്ട സമയമായിട്ടും ഉറങ്ങാത്തവനോട് പോയി ഉറങ്ങൂ എന്ന് പറയാൻ ജാ, ജാവോ, ജാക്കെ സോ ജാവോ, ഇതിലേതെങ്കിലും ഒന്ന് പറയാം. ജാക്കെ സോ ജാവോ, ജാ സോ ജാ. ഇനിയും എന്തെങ്കിലും വീട്ടിൽ ചോദിച്ചു വാങ്ങാൻ ദോ ചേർത്ത് പറയാം. ദോ, താ, തരൂ. പാല് താ, ദൂത്ത് ദോ. വെള്ളം താ, പാനി ദോ. ആഹാരം താ, ഖാന ദോ. ചിലപ്പോൾ ചിലർക്ക് ചില നീരസമോ അല്പം ദേഷ്യമോ ഒക്കെ വരുമ്പോൾ ഈ വാക്കൾ തിരിച്ചിട്ട് പറയും. ദോ ദൂത്ത്, ദോ ഖാന, ദോ പാനി. തിരിച്ചും മറിച്ചും പറഞ്ഞാലും ആശയം ഒന്നു തന്നെയല്ലേ. ചായക്കും കാപ്പിക്കും ഒക്കെ മിക്കവാറും അത് തന്നെയൊക്കെയാണ് പറയുന്നത്. എല്ലാ വാക്കുകളും ഹിന്ദിയിലും ഇല്ലല്ലോ, ഇംഗ്ലീഷിലൊക്കെ ഉള്ള പല വാക്കുകൾ. അപ്പോൾ ചായ, കോഫി, ചായ ദോ. നമ്മൾ കാപ്പി ദാ എന്ന് പറയുന്നതിന് തുല്യമായി കോഫി, ഇംഗ്ലീഷിൽ കോഫി ദോ. ഇനിയും വീട്ടിൽ ആരെ കൊണ്ട് എങ്കിലും എന്തെങ്കിലും ചെയ്യിക്കാൻ പറയുന്ന മറ്റൊരു രീതിയാണ് ചെയ്യാമോ, ചെയ്യാൻ കഴിയുമോ, നിനക്ക് ചെയ്യാൻ പറ്റുമോ. കമര സാഫ് കരോഗേ, റൂം വൃത്തിയാക്കുമോ, മുറി വൃത്തിയാക്കാമോ. കമര മാറി ഘർ ആയാൽ വീടായി. ഘർ സാഫ് കരോഗേ, വീട് വൃത്തിയാക്കുമോ. വൃത്തിയാക്കൽ വെറും വീടിനകത്ത് മാത്രം ഉൾപ്പെട്ട് ഇരിക്കുന്നത് കൊണ്ടാണ്, അകത്ത് മാത്രം നടക്കുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ്
ഗർ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ മൊത്തം വീട് അകത്തും പുറത്തും ഒക്കെ വൃത്തിയാക്കണമെങ്കിൽ അപ്പോൾ മക്കാൻ എന്ന വാക്കായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. ക്യാ ആജ് തു കാന ബനാ സക്താ ഹേ? ഇന്ന് നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കാൻ കഴിയുമോ, പറ്റുമോ, ഉണ്ടാക്കാമോ? സക്താ ഹേ പറ്റുമോ, കഴിയുമോ. കരോഗെ ചെയ്യുമോ, അല്ലെങ്കിൽ ദേഖോഗെ കാണുമോ, നോക്കുമോ. നീ എന്നെ സഹായിക്കുമോ, ക്യാ തു മുझे മദത് കരേഗാ, കരോഗേ. ഇനിയും വീട്ടിനുള്ളിൽ സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ് ചെറിയ ചെറിയ പരാതികൾ, കുറ്റങ്ങൾ, പരാതികൾ, അതൊക്കെ പറയുന്നത്, കംപ്ലൈൻറ്റ്സ്. വെള്ളം തന്നില്ല, പാനി നഹി ദിയ, നീ എനിക്ക് വെള്ളം തന്നില്ല. തു മുझे പാനി നഹി ദിയ, നാ ദിയ. അത് ചെയ്തില്ല, നീ അത് ചെയ്തില്ല. തു വഹ നഹി കിയ, നീ അത് ചെയ്തില്ല. തു വഹ നഹി കിയ, അതെന്തുകൊണ്ട് ചെയ്തില്ല. തു വഹ ക്യോं നഹി കിയ, ക്യോं തു വഹ നഹി കിയ. ഇനി ആരെയെങ്കിലും കൂടെ കൂട്ടി എന്തെങ്കിലും ഒരുമിച്ച് ചെയ്യാനാണെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് പോകാം. ആവോ ഹം സാത്ത് ചലേംഗെ. വാ, ആഹാരം കഴിക്കാം. ആവോ. വാ, ആഹാരം കഴിക്കാം. ആ ഖാന ഖായെങ്കെ. വാ, എന്തെങ്കിലും കളിക്കാം. ആ കുച്ച് കേലെങ്കെ. വരൂ, നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാം. ആവോ ഹം മിൽക്കർ യെ കരേങ്കെ. ഇനിയും എന്തെങ്കിലും അറിവ് കൊടുക്കാനായിട്ട് അത് പറയാം. ഉദാഹരണത്തിനായി ഭക്ഷണം തയ്യാറായി എന്ന് പറയാൻ ഖാന തയ്യാറേ, ചാവൽ തയ്യാറേ, ചോറ് തയ്യാറാണ്. അച്ഛൻ കുടിച്ചു, പിതാ പിയ. സാധാരണ പപ്പ മമ്മിയാണ് അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഉപയോഗിക്കാറുള്ളത്. ഇനി വീട്ടിലെ ചില പ്രധാനപ്പെട്ട സാധനങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പേരുകളൊക്കെ എന്തായിരിക്കും? പാത്രത്തിന് ബർത്തൻ, കിടക്കയ്ക്ക് ബിസ്തർ, പിച്ചാത്തിക്ക് ചാക്കു, പായ്ക്ക് ചട്ടായി, വിറക് ലക്കടി, ഫാൻ പങ്ക, കരണ്ട് ബിജിലി, കൊതുകുവല മച്ചർദാനി, സഞ്ചി ജോല, ബക്കറ്റ് ബാൽട്ടി, കട്ടിൽ ചാർപ്പായി, തലയാണ തക്കിയ. അപ്പോൾ ഏതാണ്ട് ഈ രീതിയിലൊക്കെ നമുക്ക് വീട്ടിൽ പറയാൻ പറ്റും. ശ്രമിച്ചു നോക്കാം.